സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മൊഡ്യൂൾ 4 കടക്കുകയാണ്. അതായത് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോളും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോണത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യം ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിൻ്റെ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ടോർക്ക് ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ടോർക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അവിടെ എന്ത് വേണം? നമ്മൾ അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് വേണം ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ. ഓക്കെ, നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ നിങ്ങൾ തൊട്ട് മുന്നത്തെ ഇയർ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലൻ്റ് ആണ്? ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമറിന് ഇക്വലൻ്റ് ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ടിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സർക്യൂട്ട് തന്നെയാണ് എവിടെയും വരുന്നത്, ഇൻഡക്ഷൻ മോട്ടോറിലും വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ സ്റ്റേറ്റർ സൈഡാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. സ്റ്റേറ്റർ സൈഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ സൈഡ്, ഇതാണ് നമ്മുടെ റോട്ടർ സൈഡ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റർ സൈഡിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഉണ്ടാവും. അവിടെ സ്റ്റേറ്ററിൻ്റെ റെസിസ്റ്റൻസ് RS ഉണ്ട്, റിയാക്റ്റൻസ് XS ഉണ്ട്, പിന്നെ മാഗ്നറ്റൈസിങ് കറണ്ട് ഉണ്ട്, വർക്കിംഗ് കമ്പോണൻ്റ് ഓഫ് കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, റോട്ടർ സൈഡിലോട്ട് വരികയാണെങ്കിൽ അവിടെ മെയിനായിട്ട് എന്താ ഉള്ളത്? അവിടെ റോട്ടർ റെസിസ്റ്റൻസും റിയാക്റ്റൻസും. ഓക്കെ, സോ ഇൻഡക്ഷൻ മോട്ടോറിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്തായിരിക്കും? ER അല്ല, S ഇൻറ്റു ER, വേർ S എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് ഓഫ് ദി ഇൻഡക്ഷൻ മോട്ടോർ. S എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്ലിപ്പാണ്. ഓക്കെ, സോ സ്ലിപ്പ് ഏതൊക്കെ ടേംസ് ആണ് സ്ലിപ്പുമായിട്ട് അഫക്റ്റഡ് ആവുക? EMF അഫക്റ്റഡ് ആവും. റെസിസ്റ്റൻസ് അഫക്റ്റഡ് ആവുമോ? ഇല്ല, അത് സ്പീഡുമായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ടേമേ അല്ല. ഓക്കെ, സ്പീഡ് ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? സ്പീഡ് ചേഞ്ച് ചെയ്താൽ വോൾട്ടേജ് ചേഞ്ച് ആവും, റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. റിയാക്റ്റൻസോ? റിയാക്റ്റൻസിൽ XR എന്ന് പറഞ്ഞാൽ എന്താണ്? 2π ഇൻറ്റു F, ഫ്രീക്വൻസി അല്ലേ? സ്പീഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ് ആയിട്ട് എന്ത് ചേഞ്ച് ആവും? ഫ്രീക്വൻസി ചേഞ്ച് ആവും. ഫ്രീക്വൻസി ചേഞ്ച് ആവുമ്പോൾ ആരും ചേഞ്ച് ആവും? റിയാക്റ്റൻസും ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ റോട്ടർ സൈഡിൽ ഇക്വലൻ്റ് വരയ്ക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക? റോട്ടർ സൈഡിലെ EMF ആയിട്ട് S ഇൻറ്റു ER, റെസിസ്റ്റൻസ് RR, റിയാക്റ്റൻസ് ആയിട്ട് എന്താണ് വരിക? S ഇൻറ്റു XR. ഇതിലാർക്കും സംശയമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഇതേ സംഭവം നമ്മൾ ഇനി എങ്ങോട്ടാണ് വരയ്ക്കാൻ പോകണേ? ഇതിൻ്റെ കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ IR എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈ ചെയ്ത വോൾട്ടേജ്. അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? SER ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസും റിയാക്റ്റൻസും നമുക്ക് ഒരിക്കലും സം ചെയ്യാൻ പറ്റില്ല. ആൽജിബ്രൈക് സം എടുക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് അത് തമ്മിൽ എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്? 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് അല്ലേ? നമ്മൾ RR പ്ലസ് J ഇൻറ്റു SXR എന്നാണ് എഴുതുക. അപ്പം അതിൽ ഇക്വലൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് RR സ്ക്വയർ പ്ലസ് SXR ദി ഹോൾ സ്ക്വയർ. സോ ഞാൻ റോട്ടർ കറണ്ട് IR ഈക്വൽ ടു എന്ത് എഴുതി? SER ഡിവൈഡഡ് ബൈ എന്നാണ് ഇവിടുത്തെ ഇംപെഡൻസ്, റൂട്ട് ഓഫ് RR സ്ക്വയർ പ്ലസ് SXR ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷനിൽ ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സ്ലിപ്പിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇക്വേഷൻ ആവുക? ന്യൂമറേറ്ററിൽ SER ഞാൻ എസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ER ആയി, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് RR ബൈ S ദ ഹോൾ സ്ക്വയർ പ്ലസ് XR ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അതിനെ എങ്ങനെ ആക്കാം? നമുക്ക് സർക്യൂട്ട് ഈ രീതിയിലൊരു സർക്യൂട്ടാക്കി മാറ്റാം. എന്താണ് ആ സർക്യൂട്ടിൻ്റെ ഇമ്പോർട്ടൻസ്? കറണ്ട് IR എന്ന് പറഞ്ഞാൽ എന്താ വരിക? കൊടുക്കുന്ന EMF എന്തായിരിക്കണം? ER. ഓക്കെ, എന്തൊക്കെയായിരിക്കണം ഇംപെഡൻസിൻ്റെ ടേം? RR ബൈ എസും XR. അപ്പോൾ നമ്മളത് അങ്ങനെ എഴുതി. ഇനി RR ബൈ എസിന് ഞാൻ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്താണ് RR ബൈ എസ്? RR ബൈ എസ് ഈസ് ഈക്വൽ ടു RR ബൈ എസ് പ്ലസ് RR മൈനസ് RR. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല, കാരണം ഞാൻ RR ആഡും ചെയ്തു, RR സബ്ട്രാക്റ്റും ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? RR പ്ലസ് RR ഇൻറ്റു 1 ബൈ എസ് മൈനസ് 1,
അല്ലെങ്കിൽ ഇക്വേഷൻ എന്താവും ആർ ആർ ബൈ എസ് ഈസ് ഈക്വൽ ടു ആർ ആർ പ്ലസ് ആർ ആർ ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസ്. ഓക്കെ, അപ്പം ഞാൻ ഈ റെസിസ്റ്റൻസ് ആർ ആർ ബൈ എസിന് എങ്ങനെ എഴുതാം? എനിക്ക് ഈ സർക്യൂട്ടിലുള്ളതുപോലെ എഴുതാം. എങ്ങനെയാണ്? ഈ ആറ് റെസിസ്റ്റൻസ് എന്താണ്? ആർ ആർ ബൈ എസ് ആണ്. ആ ആർ ആർ ബൈ എസിന് നമ്മൾ എങ്ങനെ എഴുതാം? ആർ ആർ പ്ലസ് ആർ ആർ ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസും കൂടെ എന്താ ഉള്ളത്? റിയാക്റ്റൻസ് എക്സ് ആർ. ഓക്കെ, ഈ വേരിയബിൾ ആയിട്ട് കാണിച്ചിട്ടുള്ള ആർ ആർ ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസ് അല്ലെങ്കിൽ ആർ ആർ ഇൻറ്റു 1 ബൈ എസ് മൈനസ് 1, ഈ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ ഇക്വലന്റ് ഓഫ് മെക്കാനിക്കൽ ലോഡ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദി മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, ആർ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോട്ടറിൻ്റെ റെസിസ്റ്റൻസും ആയിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്യൂട്ടിലെ ചെറിയൊരു കാര്യം സംസാരിക്കാനുള്ളത്, റോട്ടറിലെ കോപ്പർ ലോസ് എന്തായിരിക്കും? 3 ഇൻറ്റു ഐ സ്ക്വയർ ആർ ലോസ് ആണ് എന്ത്? കോപ്പർ ലോസ്. 3 ഇൻറ്റു ഐ ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ, അതാണ് റോട്ടർ കോപ്പർ ലോസ്. മെക്കാനിക്കൽ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യുന്ന പവർ ആയിരിക്കും. ഈ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യുന്ന പവർ, അതായത് 3 ഇൻറ്റു ഐ ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസ്, അതാണ് എന്ത് വരുമോ? നമ്മുടെ മെക്കാനിക്കൽ പവർ എന്താണ്? 3 ഇൻറ്റു ഐ ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസ്. റോട്ടറിൻ്റെ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുമോ? റോട്ടർ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ റെസിസ്റ്റൻസ് ആർ ആർ ബൈ എസിൽ മൊത്തത്തിൽ ഡ്രോപ്പ് ആവുന്ന പവർ. ഓക്കെ, അതായത് ആർ ആറിൽ മാത്രമല്ല, ആർ ആറിലും അതേപോലെ ആർ ആറിൽ മാത്രമല്ല നമുക്ക് ആർ ആർ ബൈ ആർ ആർ ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസ്, ഇതിൽ മൊത്തത്തിൽ ഡ്രോപ്പ് ആവുന്ന പവറാണ് നമ്മുടെ റോട്ടർ ഇൻപുട്ട് പവർ. ആർ ആർ പ്ലസ് ആർ ആർ ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ആർ ബൈ എസ്. അപ്പോൾ നമ്മുടെ റോട്ടറിൻ്റെ ഇൻപുട്ട് പവർ എന്താ വരിക? 3 ഇൻറ്റു ഐ ആർ സ്ക്വയർ ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? ആർ ആർ ബൈ എസ്. ഇതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. റോട്ടർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഐ ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ. മെക്കാനിക്കൽ പവർ 3 ഇൻറ്റു ഐ ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസ്. റോട്ടർ ഇൻപുട്ട് പവർ എന്താണ്? 3 ഇൻറ്റു ഐ ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ ബൈ എസ്. ഇപ്പം ഈ രണ്ട് ഇക്വേഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഓക്കെ, റോട്ടർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോട്ടർ ഇൻപുട്ട് പവറിന് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? സ്ലിപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? റോട്ടർ കോപ്പർ ലോസ് കിട്ടും. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ മാഗ്നറ്റൈസിങ് കമ്പോണൻറ്റിനെ നെഗ്ലക്റ്റ് ചെയ്യാണ്. മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ പോർഷനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെയാവും? ആർ എസ് എക്സ് എസ് ആർ ആർ ഡാഷ് ബൈ എസ് എക്സ് ആർ ഡാഷ്, ബിക്കോസ് ഞാൻ വരയ്ക്കുന്നത് ഇക്വലന്റ് ടു സ്റ്റേറ്റർ സൈഡാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആർ ആർ ഡാഷ് എക്സ് ആർ ഡാഷ് ഐ ആർ ഡാഷ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ളത്. ഓക്കെ, സംശയമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ ആർ ഡാഷ് ബൈ എസ് ആണെങ്കിൽ ഇവിടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഇവിടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും? നിങ്ങളിവിടെ ആർ ആർ ബൈ എസ് ആകുമ്പോൾ ഉണ്ടായിരുന്ന വോൾട്ടേജ് എന്താ? ഇ ആർ. ആർ ആറും എസ് എക്സ് ആറും ആകുമ്പോൾ ഉള്ള വോൾട്ടേജ് എന്താണ്? എസ് ഇൻറ്റു ഇ ആർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആർ ആർ ബൈ എസും അതുപോലെ തന്നെ എക്സ് ആർ ഡാഷും. അപ്പോൾ ഇതിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഇ ആർ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടോട്ടൽ കറണ്ട് എടുത്തു. ഐ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐ ആർ ഡാഷ്. അപ്പോൾ ഐ ആർ ഡാഷ് ഈക്വൽ ടു എന്ത് വരും? ഐ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? ആർ എസ് പ്ലസ് ആർ ആർ ഡാഷ് ബൈ എസ്. റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്യുക. പ്ലസ് ജെ ഇൻറ്റു റിയാക്റ്റൻസ് എന്തൊക്കെയാണ്? എക്സ് എസ് പ്ലസ് എക്സ് ആർ ഡാഷ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തെടുക്കുക? നമ്മൾക്കറിയാം റെസിസ്റ്റൻസും റിയാക്റ്റൻസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണ്. അപ്പോൾ ജെ ടേം ഒഴിവാക്കിയാൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ എഴുതുമ്പോൾ എന്തായിട്ട് മാറും? ഐ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ എസ് പ്ലസ് ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് എസ് പ്ലസ് എക്സ് ആർ ഡാഷ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി പവർ ട്രാൻസ്ഫേർഡ് ടു ദി റോട്ടർ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ? ആർ എസ് ആർ ആർ ഡാഷ് ബൈ എസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇതാണ് റോട്ടറിലേക്ക്
ടോട്ടലായിട്ട് എത്ര പവർ ആണ് ട്രാൻസ്ഫർ ചെയ്യണത്. റോട്ടറിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? ആർ ആർ ഡാഷ് ബൈ എസ്. അപ്പോൾ പവർ ട്രാൻസ്ഫർ ടു ദ റോട്ടർ എന്താ വരിക? 3 ഇൻറ്റു ഐ ആർ ഡാഷ് സ്ക്വയർ ഇൻറ്റു ആർ ആർ ഡാഷ് ബൈ എസ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് എടുത്തപ്പോൾ ഐ ആറിന് പകരം എന്ത് വന്നു? ഐ ആർ ഡാഷ് വന്നു. ആർ ആറിന് പകരം എന്ത് വന്നു? ആർ ആർ ഡാഷ് എന്ന് വന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി റോട്ടർ കോപ്പർ ലോസ് എന്താ വരിക? റോട്ടർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ റോട്ടർ റെസിസ്റ്റൻസിൽ ലോസ് ആവുന്ന പവർ. ഇവിടെ നമ്മൾ എഴുതിയിട്ട് എന്താണ്? 3IR ഇൻറ്റു 3IR സ്ക്വയർ ഇൻറ്റു ആർ ആർ. ഇവിടെ നമ്മൾ എന്ത് എഴുതി? 3IR ഡാഷ് സ്ക്വയർ ഇൻറ്റു ആർ ആർ ഡാഷ്. അതുപോലെ ഔട്ട്പുട്ട് മെക്കാനിക്കൽ പവർ എഴുതി. എന്താ ഔട്ട്പുട്ട് മെക്കാനിക്കൽ പവർ? 3 ഇൻറ്റു IR ഡാഷ് സ്ക്വയർ ഇൻറ്റു ആർ ആർ ഡാഷ് ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഡിവൈഡഡ് ബൈ ഒമേഗ എം. ഒമേഗ എം, ഒമേഗ എം എസ് രണ്ട് വ്യത്യാസമുണ്ട്. ഒമേഗ എം എന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ സ്പീഡിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഒമേഗ എം. ഒമേഗ എം എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിങ്ക്രണസ് സ്പീഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഭാഗത്തേക്ക് ഒന്ന് നോക്കുക. ഓക്കെ, നമ്മളിവിടെ എന്താ എഴുതിയിട്ടുള്ളത്? എൻ എസ് ഇസ് ഈക്വൽ ടു 120 എഫ് ബൈ സി. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എൻ എസ്. എൻ എസ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ്. അതായത് ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പലിലോട്ടൊന്നും ഞാൻ പോണില്ല, എങ്കിലും കൂടി പറയാം. നമ്മളൊരു 3 ഫേസ് വൈൻഡിങ്ങിൽ 3 ഫേസ് സപ്ലൈ കൊടുത്താൽ അവിടെ എന്തുണ്ടാവും? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിങ്ക്രണസ് സ്പീഡ് എൻ എസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എൻ എസ് ഇസ് ഈക്വൽ ടു 120 എഫ് ബൈ പി. അപ്പോൾ എനിക്ക് ഈ സിങ്ക്രണസ് സ്പീഡിനെ, ഇതിൻ്റെ എൻ എസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ആർ പി എം ആയിരിക്കും. ആർ പി എം ആയിരിക്കും. ഓക്കെ ഓക്കെ, സോ ഒമേഗ എം എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒമേഗ എം എസ് എന്ന് പറഞ്ഞാൽ അത് 2π NS ബൈ 60 ആയിരിക്കും. 2π ഇൻറ്റു എൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 120 എഫ് ബൈ പി. നമുക്ക് എന്ത് കിട്ടി? ഒമേഗ എം എസ് ഇസ് ഈക്വൽ ടു 4π എഫ് ബൈ പി, അത്രയും റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ഒമേഗ എം എസ് പറഞ്ഞാൽ ഒന്നുമില്ല. ഒമേഗ എം എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ എം എസ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, പക്ഷേ എൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക്രണസ് സ്പീഡ് ഇൻ ആർ പി എം. അപ്പോൾ ഒമേഗ എം എന്തായിരിക്കും? റോട്ടറിൻ്റെ സ്പീഡ്. വെറും എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എൻ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റോട്ടറിൻ്റെ സ്പീഡ് ഇൻ ആർ പി എം. അപ്പോൾ എൻ എസ് ഒമേഗ എം എസ്, എൻ അല്ലെങ്കിൽ എൻ ആർ രണ്ട് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ എന്താണ്? ഒമേഗ എം. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ്. ഇവിടെ എന്താ വന്നിട്ടുള്ളൂ? സ്ലിപ്പ് ഈസ് ഈക്വൽ ടു എൻ എസിന് പകരം എന്താണ്? ഒമേഗ എം എസ്, ബിക്കോസ് ഒമേഗ എം എസ് ആണ് സിങ്ക്രണസ് സ്പീഡ്, മൈനസ് റോട്ടറിൻ്റെ സ്പീഡ് എന്താണ്? ഒമേഗ എം ഡിവൈഡഡ് ബൈ ഒമേഗ എം എസ്. അല്ലെങ്കിൽ ഒമേഗ എം എന്താണ് നമുക്കറിയാം? ഒമേഗ എം എസ് ഇൻറ്റു 1 മൈനസ് എസ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ ടോർക്കിൻ്റെ ഇക്വേഷനിലേക്ക് പോവാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഡിവൈഡഡ് ബൈ ഒമേഗ എം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ ഒമേഗ എമ്മിന് പകരം ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? ഒമേഗ എം എസ് ഇൻറ്റു 1 മൈനസ് എസ്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു ഐ ആർ ഡാഷ്. അതായത് പവർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഐ, ഇവിടെ നേരത്തെ എഴുതിയിട്ടുള്ള ടേം തന്നെയാണ്. 3 ഇൻറ്റു ഐ ആർ ഡാഷ് ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ആർ ഡാഷ് ഇൻറ്റു 1 മൈനസ് എസ് ബൈ എസ് ഡിവൈഡഡ് ബൈ പവർ, സോറി ഡിവൈഡഡ് ബൈ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ എം എസ് ഇൻറ്റു 1 മൈനസ് എസ്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? 1 മൈനസ് എസും 1 മൈനസ് എസും ഇവിടെ തന്നെ ക്യാൻസൽ ആവും. 1 മൈനസ് എസും ഈ 1 മൈനസ് എസും ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് ഇക്വേഷൻ എന്തേ ഉണ്ടാവുള്ളൂ? 3 ഇൻറ്റു ഐ ആർ ഡാഷ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ആർ ഡാഷ് ബൈ എസ് ഇൻറ്റു ഒമേഗ എം എസ്. ഓക്കെ, അതായത് ഐ ആർ ഡാഷിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്? ഐ ആർ ഡാഷിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? അല്ലെങ്കിൽ ഈ ഇക്വേഷൻ മൊത്തത്തിൽ നമുക്ക് 3 ഇൻറ്റു ഐ ആർ ഡാഷ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ആർ ഡാഷ് ബൈ എസ് ഡിവൈഡഡ് ബൈ ഒമേഗ എം എസ് എന്ന് പറയാം. പറഞ്ഞൂടെ? ഓക്കെ, അപ്പോൾ ഈ ഐ ആർ ഡാഷിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഐ ആർ ഡാഷിന് പകരം എന്താണ്? ബി ബൈ റൂട്ട് ഓഫ് ആർ എസ് പ്ലസ് ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് എസ് പ്ലസ് എക്സ് ആർ ഡാഷ് ദി ഹോൾ സ്ക്വയർ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്
ടോർക്കിൻ്റെ ഇക്വേഷൻ ആയിട്ട് കിട്ടുക 3 ഇൻറ്റു ഇവിടെ ഐ ആർ ഡാഷ് സ്ക്വയർ ആണ്, സോ വി സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ചേഞ്ച് ആവും, എന്തായി ആർ എസ് പ്ലസ് ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് എസ് പ്ലസ് എക്സ് ആർ ഡാഷ് ദ ഹോൾ സ്ക്വയർ. ഒമേഗ എം എസ് ഇവിടെ ഉണ്ട്, താഴെയുള്ള എസ് എന്തായി മുകളിൽ ആർ ആർ ഡാഷ് ബൈ എസ് എന്ന് എഴുതി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ ആണിത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഈ ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടത് കേട്ടോ താഴെ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കണം. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? 3 by omega ms into IR dash the whole square into RR dash by S എന്നാണെന്ന് പഠിക്കുക. IR dash എന്ന് പറഞ്ഞാൽ എന്താണ്? V divided by root of RS plus RR dash by S the whole square plus XS plus XR dash the whole square. അതായത് 3 by omega ms into IR dash the whole square into RR dash by S എന്ന് വരുമ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായി? ടോർക്ക് is equal to 3 by omega ms into v square into rr dash by s divided by rs plus rr dash by s the whole square plus xs plus xr dash the whole square. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് എഴുതുമ്പം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ടായിട്ട് ത്രൂ ഔട്ട് ഈ മൊഡ്യൂളിൽ പോകേണ്ട ഇക്വേഷനാണ്. സോ ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി മാക്സിമം നമ്മൾ ഈ കണ്ടീഷൻ ഫോർ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഈ മൊത്തത്തിലുള്ള ഇക്വേഷന് ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്കൊരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പിനാണ് നമ്മൾ എന്ത് പറയുക? സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം പവർ. നിങ്ങൾ നിങ്ങളുടെ ഇൻഡക്ഷൻ മോട്ടറിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം പവർ ഈസ് ഈക്വൽ ടു റോട്ടർ റെസിസ്റ്റൻസ് ബൈ റിയാക്റ്റൻസ്. അത് കുറച്ച് അപ്രോക്സിമേഷൻ ഒക്കെ ചെയ്ത് എടുത്തിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ അത് ഇവിടെ നമുക്ക് ഡ്രൈവ്സിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളത് ആക്ച്വൽ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? വി നോ ദാറ്റ് ഇക്വേഷൻ ഫോർ ടോർക്ക് ഇസ്, ഇതാണ് നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ 3 by omega ms into v square into rr dash by s divided by rs plus rr dash by s the whole square plus xs plus xr dash the whole square ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷനെ മൊത്തത്തിൽ ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു 0 കൊടുക്കാം, എന്നിട്ട് സ്ലിപ്പിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എളുപ്പത്തിൽ ഒരു കാര്യം അറിയാം, എന്താണ്? അക്കോർഡിംഗ് ടു, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ, അക്കോർഡിംഗ് ടു മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. എപ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ആവുക? അപ്പോൾ റെസിസ്റ്റൻസിൻ്റെയും റിയാക്റ്റൻസിൻ്റെ ഒക്കെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ആർ എസ് പ്ലസ് ആർ ആർ ഡാഷ് ബൈ എസ് ഈക്വൽ ടു എക്സ് എസ് പ്ലസ് എക്സ് ആർ ഡാഷ് എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് വന്നു? ആർ ആർ ഡാഷ് ബൈ എസ് ഈസ് ഈക്വൽ ടു എക്സ് എസ് പ്ലസ് എക്സ് ആർ ഡാഷ് മൈനസ് ആർ എസ് എന്ന് വന്നു. അല്ലെങ്കിൽ റെസിസ്റ്റൻസും റിയാക്റ്റൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് അഡീഷൻ ഒന്നും പോസിബിൾ അല്ല. ഓക്കെ, സോ സ്ലിപ്പ് എസ് ഈക്വൽ ടു എന്താ വരിക? ആർ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ആർ എസ് സ്ക്വയർ പ്ലസ് എക്സ് എസ് പ്ലസ് എക്സ് ആർ ഡാഷ് ദി ഹോൾ സ്ക്വയർ. ഇതാണ് എളുപ്പത്തിൽ നമുക്ക് മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലിപ്പ് കിട്ടാൻ എളുപ്പത്തിലുള്ള മാർഗം. ഓക്കെ, ഈ സ്ലിപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക, മാക്സിമം ടോർക്ക്. ഈ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്ലിപ്പിൻ്റെ വാല്യൂ നമ്മൾ ഈ ടോർക്കിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. ഓക്കെ, എന്താ അതിൻ്റെ വാല്യൂ? അതിൻ്റെ വാല്യൂ 3 by 2 omega ms into v square divided by ഒന്നുമില്ല, ഇവിടുത്തെ ഈ ടേം തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഈ ടേം തന്നെയാണ് ഇവിടെ വരുന്നത് ഡിനോമിനേറ്ററിൽ. എന്താണ്? റൂട്ട് ഓഫ് ആർ എസ് സ്ക്വയർ പ്ലസ് എക്സ് എസ് പ്ലസ് എക്സ് ആർ ഡാഷ് ദ ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ആര് കൂടി വരുന്നുണ്ട്? ആർ എസ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ഡെറിവേഷനിലോട്ട് പോവുകയാണെങ്കിൽ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ അങ്ങ് മര്യാദയ്ക്ക് പഠിച്ചു വയ്ക്കും. ഓക്കെ, ഇനി ടോർക്ക് ബൈ മാക്സിമം ടോർക്ക് ഈക്വൽ ടു നമ്മൾ ഈ രണ്ട് ടോർക്കിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 divided by എസ് എം ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് എം എന്ന് കിട്ടും. അതായത് എസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം ടോർക്ക്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ്. ഓക്കെ,
ഈ ഡെറിവേഷൻ ഞാൻ ഇവിടെ അടുത്ത പേജിൽ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു 0, ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് വെച്ചിട്ട് നമ്മൾ സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം ടോർക്ക് അവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മാക്സിമം ടോർക്കിൻ്റെ ഇക്വേഷനും ടി ബൈ ടി മാക്സിൻ്റെ സൊല്യൂഷനും നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് റെഫർ ചെയ്യാം. പക്ഷെ ഞാൻ വല്ലാണ്ടൊന്നും ഫോഴ്സ് ചെയ്യില്ല. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഡിറൈവ് ചെയ്യാനൊന്നും പറഞ്ഞ് വരില്ല. ബിക്കോസ് നമ്മൾ മെഷീൻസ് അല്ല പഠിക്കുന്നത്, ഇപ്പോൾ ഡ്രൈവ്സ് ആണ് പഠിക്കുന്നത്. പക്ഷേ ഈ ഇക്വേഷൻസ് നമ്മൾ കാണാണ്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ എന്തൊക്കെ പഠിക്കണം? ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ഡിറൈവ് ചെയ്യാൻ പഠിക്കണം, എന്താണെന്നും പഠിച്ചിട്ടുണ്ടാവണം. എന്തായിരിക്കും ടോർക്കിൻ്റെ വാല്യൂ? ടോർക്ക് ഈസ് ഈക്വൽ ടു 3 by omega ms into I r dash the whole square into r r dash by s. I r dash എന്താണ്? V by root of rs plus r r dash by s the whole square plus xs plus x r dash the whole square. ഓക്കെ, അപ്പോൾ ഐ ആർ ഡാഷിൻ്റെ സ്ക്വയർ വരുമ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായി? ടോർക്ക് ഈക്വൽ ടു 3 by omega ms into v square into r r dash by s divided by rs plus r r dash by s the whole square plus xs plus x r dash the whole square. പിന്നെ സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം ടോർക്കും മാക്സിമം ടോർക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് വേണം ഈ വീഡിയോ ഒന്നുകൂടി കേൾക്കുക, എന്നിട്ട് ഇത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും യു ക്യാൻ കോൾ മീ, അല്ലെങ്കിൽ നമുക്ക് മൂഡിൽ ഒരു ഓൺലൈനിൽ വന്നിട്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവണം. അടുത്ത വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു.